കേരള വെതർ അപ്ഡേറ്റ്സ് അൺഒഫീഷ്യലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. വരും മണിക്കൂറുകളിലോ നാളെ പുലർച്ചെയോ നാളെ രാവിലെയോ വരെയുള്ള സമയങ്ങളിലായിട്ട് മധ്യ തെക്കൻ കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ചുരുക്കം ചില പ്രദേശങ്ങളിൽ മഴ സാധ്യതയുണ്ട്. കൂടുതൽ മഴ സാധ്യതയുള്ളത് ഇടനാട് തീരദേശ പ്രദേശങ്ങളിൽ, അതായത് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലോ ഇടനാട് പ്രദേശങ്ങളിലാണ് മഴ സാധ്യതയുള്ളത്. എറണാകുളം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ഈ ജില്ലകളിലെ ചില പ്രദേശങ്ങളിലോ ചുരുക്കം ചില പ്രദേശങ്ങളിലാണ് മഴ സാധ്യത കൂടുതൽ. എടുത്തു പറയട്ടെ, വ്യാപകമായ മഴ സാധ്യതയില്ല. ചില പ്രദേശങ്ങളിലാണ് മഴ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ചുരുക്കം ചില പ്രദേശങ്ങളിലാണ് മഴ സാധ്യതയുള്ളത്. ചുരുക്കം ചില പ്രദേശങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചുരുക്കം ചില പ്രദേശങ്ങളിൽ അല്പം ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട് ഈ ജില്ലകളിലെയും ചുരുക്കം ചില ഇടനാട് തീരദേശ പ്രദേശങ്ങളിൽ മഴയ്ക്ക് നേരിയ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഈ ജില്ലകളിലെ തീരദേശത്തിന് സമാന്തരമായിട്ട് കടലിൽ മഴ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ചുരുക്കം ചില തീരദേശ പ്രദേശങ്ങളിൽ മഴ സാധ്യത ഉണ്ടെന്ന് വേണമെങ്കിൽ, നേരിയ മഴ സാധ്യത ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നേരിയ സാധ്യത മാത്രം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, തെക്കൻ കേരളത്തിന്, അതായത് തിരുവനന്തപുരം ജില്ലയ്ക്കൊക്കെ സമാന്തരമായിട്ട് കടലിലൊരു താൽക്കാലിക അന്തരീക്ഷ ചുഴിയുള്ളത് നിങ്ങൾക്ക് കാണാം. ഈ ഒരു അന്തരീക്ഷ ചുഴി നാളെ പുലർച്ചയോടെ തന്നെ ഇല്ലാതാവും. അപ്പോൾ ഈ ഒരു അന്തരീക്ഷ ചുഴിയാണ് മഴയ്ക്ക് സാധ്യത കൂട്ടുന്നത്. ഇപ്പോൾ ഈ രാത്രി വൈകിയോ അല്ലെങ്കിൽ നാളെ പുലർച്ചയോ രാവിലെ വരെയുള്ള മഴ സാധ്യതയ്ക്ക് കളമൊരുക്കുന്നത് ഈ ഒരു അന്തരീക്ഷ ചുഴിയും കൂടെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള പുതിയ പുതിയ വെതർ അപ്ഡേറ്റുകൾക്കായിട്ട്, കാലാവസ്ഥ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും പുതിയ കാലാവസ്ഥ വിവരങ്ങൾ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.